ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഉഷാറ് തോന്നില്ല, ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ തോന്നുന്നു. മേ ബി വെതർ കൊണ്ടൊക്കെ ആയിരിക്കാം. സോ എന്തായാലും നമുക്ക് ചെറിയ രീതിയിലൊന്നും ബോഡി മൂവ്മെൻറ്റ് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇന്ന സമയത്തൊന്നുമില്ല, ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മുട്ടക്കറി ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. നമുക്ക് ദോശ ചുടണം. ചായ കുടിക്കാൻ വേണ്ടിയൊന്നാണ് ഒരു കൺഫ്യൂഷൻ. കാരണം ഈ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ തോന്നുന്നില്ല. എന്തെങ്കിലും തണുത്തെന്തെങ്കിലും കുടിക്കാനാണ് തോന്നുന്നത്. ഭാഗ്യത്തിന് ഇന്നലെ കോക്കനട്ട് വാട്ടർ വാങ്ങിച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കോക്കനട്ട് വാട്ടർ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ദോശ ഒരു രണ്ടെണ്ണം ചുട്ടെടുക്കാം. 2 ദോശ മതി, ചുട്ടെടുക്കട്ടെ. വീഡിയോ എടുക്കുന്നതിനിടയിലാണ് ഇന്നലെ ഞാൻ പോയിട്ട് ഡിമാർട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് ഐറ്റംസ് കാണിച്ചാലോ എന്ന് വിചാരിച്ചത്. ഇത് കണ്ടു, ഒരു ഓയിലിൻ്റെ ബോട്ടിൽ. ഞാൻ ഒരുപാട് നാളായി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നൊരു സാധനമാണ് ഫൈനലി ഞാൻ വാങ്ങിച്ചത്. എന്തായാലും നമ്മൾ ചെറിയ വീടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ ഒരു തോന്നലൊക്കെ എനിക്ക് വന്നു. ഇത് ഒരു ഡെസ്ക് ബിന്നാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഞാൻ ടിഷ്യൂ പേപ്പറാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ക്യൂട്ട് ആൻഡ് ഈസ്തറ്റിക് ആയിട്ട് തോന്നി ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 159 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഈ 2 ജാറ് മേടിച്ചു. എല്ലാം ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് ഗ്ലാസ് ജാറിലേക്ക് പതുക്കെ മാറണമെന്നുണ്ട്. എന്നാലും കുറേച്ചെങ്കിലും നമുക്കത് ചെയ്തെടുക്കണം എന്നെൻ്റെ ഒരു ഡ്രീമാണ് കേട്ടോ. 99 റുപ്പീസാണ് ഈ ഗ്ലാസ് ജാറിന്. അപ്പോൾ ഇതിൽ നട്ട്സും ഡേറ്റ്സും അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ ഈ 2 ഗ്ലാസിൻ്റെ ഈ ഒരു ഇത് മേടിച്ചു. എന്താണ് ഇതിന് പറയുക? അപ്പോൾ ഇതൊരു സ്റ്റോറേജ് ഇതായിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ്, അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു മൂഡും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പ്ലാന്റ് വാങ്ങിച്ചത്. എപ്പോഴും പണ്ട് തൊട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ശരിയില്ല എന്നും പറഞ്ഞിട്ടൊക്കെ എനിക്കൊരു മടി വരും എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ. അത് മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്ലാന്റ് വാങ്ങിച്ചത് കേട്ടോ. ഞാനിങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്, എപ്പോഴും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ അങ്ങോട്ട് നടക്കാറില്ല. വീഡിയോ എടുക്കാൻ മടി, അതിന് വേണ്ടി റെഡി ആവാൻ മടി, അങ്ങനെ എന്തൊക്കെയോ മടികൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ശരി, ഇത് പെർഫെക്റ്റ് ആവോ ഇല്ലയോ എന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പോസ്റ്റ് ചെയ്യുക, ശരിയാവണമെങ്കിൽ ശരിയായി. ഇതാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള റൂട്ടീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിയൽ ആയിട്ട് ഇന്നെൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ വേറെ എന്ത് കാണിക്കാനാ?
അതുകൊണ്ട് ഇത് വെച്ച് തന്നെ എന്തെങ്കിലും ഇന്നത്തെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ പെൻഡിങ് വെച്ച പണികളും കാര്യങ്ങളും ഈ കൂട്ടത്തിൽ അങ്ങ് നടന്നു പോവുകയും ചെയ്യും. എനിക്ക് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് പെൻഡിങ് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു ഷെൽഫ് ഒത്തിരി നാളായി. ഇതിനകത്തുള്ള ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടോ, ഇതൊന്നും കുറേ ഒരു 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 വർഷത്തോളമായി ഈ കുപ്പികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഇതിനകത്തുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ പിന്നെ അത് ഡീക്ലട്ടറിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ കുപ്പിയെല്ലാം എടുത്ത് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതി, ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തിനാ. അതിനുശേഷം പിന്നെ ചെയ്തത് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഏരിയ ഞാൻ ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചു. ഇവിടെ എനിക്ക് ഒരുപാട് കുത്തി നിറഞ്ഞ ഐറ്റംസ് ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഒന്ന് നല്ലോണം എണ്ണമെഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ സ്പേസ് നല്ല നീറ്റാക്കി വെച്ചു. ഗൈസ്, ഇന്നങ്ങനെ പെൻഡിങ് വെച്ച കുറച്ച് കാര്യങ്ങളും ചെയ്ത് മനസ്സിന് നല്ല സാറ്റിസ്ഫാക്ഷനും കിട്ടി. എന്തായാലും ഒരു വീഡിയോയും ശരിയായല്ലോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ഇനിയെങ്കിലും പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. പെർഫെക്ഷൻ നോക്കുന്നില്ല. എന്തായാലും ഇവിടെ വെച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ് കേട്ടോ. വീണ്ടും അടുത്തൊരു വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്തിടാൻ പറ്റുമെന്നുള്ള ആലോചിച്ചുകൊണ്ട് കിടക്കട്ടെ.